കാമമോക്ഷ. കാമമോക്ഷ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഫസ്റ്റ് ഒരു ചെറിയ റീല് ചെയ്തു. അത് കാമസൂത്ര എന്ന ഒരു ചെറിയ ബുക്കിന്റെ റെഫറൻസ് എടുത്ത് അതിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഒരു AI ഫോട്ടോയും വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തു കേട്ടോ. ഇതില് പറയാനുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് വലുതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാമസൂത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൽ പറയുന്ന ഫസ്റ്റ് വേർഡ് തന്നെ എന്താന്ന് വെച്ചാൽ ധർമ്മ അർത്ഥ കാമ മോക്ഷം. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ ഒരു വിഷയത്തിനെ പറ്റി പറയും. ഇന്നിപ്പോ നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്ന പല പല കാഴ്ചകളും കാമവുമായി ബന്ധപ്പെട്ട അനവധി കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്നിവിടെ ആരും കാമത്തിലൂടെ അല്ലാതെ ജനിച്ചിട്ടില്ല. ഏതൊരു ജീവി എടുത്തു നോക്കുകയാണെങ്കിലും ഏതൊരു എന്തെടുത്ത് നോക്കുകയാണെങ്കിലും അതിലൂടെയാണ് ജനനം. അപ്പൊ ഈ കാമം ചില ഭാഗങ്ങളിൽ കുറച്ച് ഓവറായിട്ടും കിടക്കുന്നുണ്ടാവും, ചില ഭാഗങ്ങളിൽ കുറച്ച് കുറവായിട്ടും കിടക്കുന്നു. ഇതിന്റെ ഒരു അസന്തുലിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലാണെങ്കിൽ പോലും, കാരണം ഇത് ഉണ്ടാവുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത് കാമം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രണയം, അതിൽ നിന്നുണ്ടാകുന്ന കാമം, അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന വലിയ അർത്ഥം, അതാണ് ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, സമൂഹം, ഇതൊക്കെ രൂപപ്പെട്ടിട്ടും അതിൽ നിന്നും മോക്ഷമാണ്. എന്തിനു മോക്ഷം? അതായത് പിന്നീട് പ്രോബ്ലംസ് വരികയാണ്. ആർക്ക്? രണ്ടു കൂട്ടർക്കും വരികയാണ്. രണ്ടു കൂട്ടർക്കല്ല, സമൂഹത്തിന് വരികയാണ്. അപ്പൊ അതിൽ നിന്നും മോക്ഷം എല്ലാവർക്കും വേണം. എങ്ങോട്ട് മോക്ഷം? അപ്പൊ അതിനെ പറ്റിയിട്ട് പല പല വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ജനങ്ങൾക്ക്, വലിയൊരു ശതമാനം ജനങ്ങൾക്ക് വേദങ്ങളും മറ്റു കാര്യങ്ങളൊന്നും റെഫർ ചെയ്യാനുള്ള സമയമില്ല. എന്ന് കരുതി ഇതൊക്കെ മുന്നോട്ട് പോകണ്ടേ? എല്ലാം പോകണം. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ എല്ലാവരും പോയിട്ട് നേരെ വിവിധ സ്ഥലങ്ങളിലുള്ള അമ്പലങ്ങളിൽ പോയി തൊഴുന്നു, എന്നെ ഇതിന്ന് രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറയുന്നു. പക്ഷെ എവിടുന്ന് രക്ഷിക്കണം? അവനവന്റെ കർമ്മങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കണം.